അന്തകാസുരന്റെ ജനനത്തിനു ശേഷം കൈലാസത്തിൽ നിന്ന് പാർവതി ദേവി എന്തുകൊണ്ടാണ് പുറപ്പെട്ടത്? തപസ് ചെയ്യാൻ, ശിവനെ വീണ്ടും സ്വന്തമാക്കാൻ. അവൾ എത്തിയത് കാഞ്ചീപുരത്തേക്ക്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പുണ്യസ്ഥലം. കാംബാ നദിയുടെ തീരത്ത് പാർവതി ദേവി മണലുകൊണ്ട് ഒരു ശിവലിംഗം നിർമ്മിച്ചു. അത് ഭക്തിയോടെ ആരാധിച്ചു. അവളുടെ തപസ്സിന്റെ ശക്തി പരിശോധിക്കാൻ ശിവൻ ഒരു പരീക്ഷ നടത്തി. നദി പ്രളയമായി ഉയർന്നു. എല്ലാം ഒഴുക്കിക്കൊണ്ടുപോകുന്ന ആ വെള്ളത്തിനു മുന്നിൽ പാർവതി പിന്നോട്ടില്ലായിരുന്നു. അവൾ നിർമ്മിച്ച ലിംഗത്തെ ചേർത്ത് പിടിച്ച് സ്വയം മറന്ന് അതിനെ കാത്തു. ആ അചഞ്ചലമായ ഭക്തി കണ്ടപ്പോൾ ശിവൻ പ്രത്യക്ഷനായി. അവളെ അനുഗ്രഹിച്ച് വീണ്ടും തന്റെ പങ്കാളിയായി സ്വീകരിച്ചു. അവിടെ പ്രതിഷ്ഠിതമായത് പൃഥ്വിലിംഗം. ഒരു മാവിൻ മരത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്നും നിലകൊള്ളുന്ന ആ ദിവ്യസ്ഥലം ഏകാംബരേശ്വരൻ. ഭൂമിയുടെ ശക്തിയും ഭക്തിയുടെ വിജയവും. ഏകം, ഒന്ന്. അമ്പരം, മാവിൻ മരം. ഒരു മഹത്തായ മാവിൻ മരത്തിന്റെ കീഴിൽ പാർവതി ദേവി ശിവനെ ആരാധിച്ചതിനാലാണ് ഇവിടുത്തെ ദൈവം ഏകാംബരേശ്വരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 4 വേദങ്ങളെ പ്രതിനിധീകരിക്കുന്ന 4 ശാഖകളോടെ ആ മാവിൻ മരം ഇന്നും ഈ ക്ഷേത്രത്തിന്റെ ആത്മാവായി നിലകൊള്ളുന്നു.